കുരുതിക്കളമായി പശ്ചിമേഷ്യ. ഇസ്രായേൽ ഹമാസ് യുദ്ധം 6ാം ദിവസത്തിൽ ഗാസയിൽ 300ഓളം പേർ കൂടി കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിൽ ഹമാസ് മിന്നലാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 1200ഓളമായി. ഇന്ത്യക്കാരെ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഓപ്പറേഷൻ അജയ്ക്ക് തുടക്കമായി. ടി ജി സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, ഇന്ത്യക്കാരെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ആദ്യ വിമാനം ഇസ്രായേലിൽ എത്തിയെന്ന് മനസ്സിലാകുന്നു. തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ത്യ ഓപ്പറേഷൻ അജയ് എന്ന ദൗത്യം പ്രഖ്യാപിച്ച് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം അത് അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നതാണ് സാഹചര്യം. ഇന്ന് 6ാം ദിവസമാണ് സംഘർഷം ആരംഭിച്ചിട്ട് 2300 മരണം എന്നതാണ്, ഇരുപക്ഷത്തുമായി 2300 മരണം എന്നതാണ് ഇതുവരെയുള്ള ചിത്രം. ഒരേ സമയം ഹമാസിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുക, ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്ന ദൗത്യം ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഈ നീക്കത്തിനുണ്ട് താനും. അതേസമയം ഗാസയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള മറ്റൊരു ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കം, പലസ്തീന്റെ ജനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകിക്കൊണ്ടുള്ള ഒരു നീക്കം, അതിലേക്കാണിപ്പോൾ ലോകരാജ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഗാസയിൽ അവിടെ 10,000ങ്ങളാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. അങ്ങോട്ടേക്കുള്ള ഇന്ധന വിതരണം, ജലവിതരണം എല്ലാം നിലച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ. അവിടെ കുടുങ്ങിക്കിടക്കിയിരിക്കുന്ന നിരവധി ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനായി, അതായത് ഒരു കൂട്ടമരണം ഇനിയും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം ഒരു മനുഷ്യ ഇടനാഴി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ ഈജിപ്തിന്റെ സഹായത്തോടു കൂടി കൂടുതൽ ആളുകളെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റുക എന്ന ദൗത്യ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തി അതിന്റെ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഹമാസിനെതിരെ അവസാന ഹമാസ് പോരാളിയെ വരെ കൊന്നെടുക്കുമെന്ന പ്രഖ്യാപനം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുമുണ്ട്. ഈ തരത്തിൽ അവിടുത്തെ സാഹചര്യം നീളുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്ന വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന ചിത്രങ്ങളാണിത്. ഗാസയിലെ സാഹചര്യം, ഇസ്രയേലിലെ സാഹചര്യം അടക്കം വിശദീകരിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും ചിത്രങ്ങളും ഇതിനകം അന്താരാഷ്ട്ര ഏജൻസികൾ വഴി പുറത്തു വന്നിട്ടുണ്ട്. അവിടെ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഈ ചിത്രം തന്നെ വ്യക്തമാകും ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ കെട്ടിടങ്ങൾക്ക് മേൽ മിസൈൽ പതിച്ച് 10,000കണക്കിന് ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന കണക്കാണ് വരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം 2300 മരണം എന്നതാണ്. അത് അനൌദ്യോഗികമായ വിവരങ്ങളാണ്. പക്ഷേ കൃത്യമായ കണക്കെടുക്കുമ്പോൾ ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും എത്രയോ ഏറും എന്നതാണ് ചിത്രം. ആ തരത്തിൽ ഗാസയിലെ സാഹചര്യം തുടരുന്നു. ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ കൃത്യമായ സജിത്ത്, ഗാസ അതിർത്തിയിൽ ഇസ്രായേലിന്റെ കരയുദ്ധം ആരംഭിക്കും ഏത് നിമിഷവും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പം ലെബനൻ അതിർത്തിയിലും, ലെബനിൽ നിന്നും മറ്റും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. അത് ആ കരയുദ്ധം, അതിന് ലക്ഷക്കണക്കിന് സൈനികർ ഈ അതിർത്തികളിൽ തമ്പടിച്ചിട്ടുണ്ട്. റിസർവ് സൈനികരെയും തിരികെ വിളിച്ചിട്ടുണ്ട്. അത് ഏത് നിമിഷം ആരംഭിക്കും? അതിനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഇപ്പോഴുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ ഇത്തരം യുദ്ധത്തിനെതിരെ UN അടക്കം എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടോ? രഞ്ജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ആ സാഹചര്യം വ്യക്തമാക്കുന്നത്. അതായത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യും, പക്ഷേ പലസ്തീന് ചില സഹായങ്ങൾ നൽകും. ഈ തരത്തിലുള്ള 2 തരത്തിലുള്ള പ്രധാന പ്രഖ്യാപനങ്ങളാണ് ഇതുവരെ 2 പ്രധാന ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. US-ഉം ഒപ്പം തന്നെ ഇസ്രയേലിന്റെ നിലപാടിന് പൂർണ്ണ പിന്തുണ വൈറ്റ് ഹൗസും അറിയിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് കരയുദ്ധം പ്രഖ്യാപിച്ചിട്ട് എനിക്ക് തോന്നുന്നു 24 മണിക്കൂറിലധികം സമയം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെയും കരയുദ്ധം ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ അതിർത്തി മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണ ജനങ്ങളെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാവാം ഈ കരയുദ്ധം അതിന്റെ പൂർണ്ണ തോതിലേക്ക് കൊണ്ടുവരാൻ അല്പം കൂടി കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കരുതാം. പക്ഷേ അതിർത്തി മേഖലകളിൽ പൂർണ്ണമായും യുദ്ധസമാനമാണ്. അവിടെ യുദ്ധത്തിന് ഉള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുമുണ്ട്. ഇതാണ് ഈ അതിർത്തി മേഖലയുടെ ചിത്രം.
ഈ ഒരു മാപ്പ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ഇതുവരെ എന്താണ് പശ്ചിമേഷ്യയിലെ സംഘർഷ മേഖലയിൽ സംഭവിച്ചത് എന്നത്. അതായത് ഈ ചുവന്ന അടയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളിലാണ് റോക്കറ്റ് ആക്രമണം നടന്ന ഇടങ്ങൾ. അത് കൃത്യമായി തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെയുള്ള ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കണക്കാണ് ഈ മാപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വ്യോമമാർഗം നടന്ന മറ്റ് ആക്രമണങ്ങൾ അത് സൂചിപ്പിക്കുന്നത് കൃത്യമായും ഈ ബ്ലാക്ക് മാർക്കുകളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ചതുരാകൃതിയിലുള്ള ചുമന്ന സ്പോട്ടുകളിലാണ് നേരിട്ട് സൈന്യങ്ങൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയത്. അതായത് ഹമാസ് പോരാളികളും ഹമാസ് തീവ്രവാദികളും ഒപ്പം തന്നെ ഇസ്രയേലി സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയ ഇടങ്ങളാണ് ഈ ചതുരാകൃതിയിൽ ചുമന്ന നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഈ മാപ്പിൽ സൂചിപ്പിക്കുന്ന പശ്ചിമേഷ്യയുടെ ഈ സംഘർഷ ഭൂമിയുടെ യഥാർത്ഥത്തിലുള്ള ഇപ്പോഴത്തെ ചിത്രം. എന്തായാലും സംഘർഷങ്ങളിൽ ഒരു അയവും വന്നിട്ടില്ല. അവിടെ കരയുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഇന്ത്യയുടെ ദൗത്യമാണ്. ഇന്ത്യയുടെ ദൗത്യം എന്നത് ഇന്ത്യക്കാരെ മാത്രം രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നതല്ല, സഹായം അഭ്യർത്ഥിക്കുന്ന എല്ലാവരെയും പരമാവധി സുരക്ഷിതയിടത്തേക്ക് മാറ്റുക എന്ന ഒരു വലിയ ദൗത്യം നമ്മൾ ഈ ഓപ്പറേഷൻ അജയ് പ്രഖ്യാപനത്തിലൂടെ ഏറ്റെടുക്കുന്നു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. 18,000-ഓളം ഇന്ത്യക്കാരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ ഈ സഹായം അഭ്യർത്ഥിച്ച എല്ലാവരെയും തന്നെ സുരക്ഷിതയിടത്തേക്ക് മാറ്റാൻ പ്രത്യേക വിമാനങ്ങളും മറ്റും അയച്ചുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് പുറമെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇസ്രയേലിൽ കാലാകാലങ്ങളിലായി കുടിയേറിപ്പാർത്ത ഇന്ത്യൻ വംശജരുണ്ട്. അവരെ കൂടി രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്ന ദൗത്യം കൂടി ഇന്ത്യ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വലിയ ബൃഹത്തായ ഒരു ദൗത്യ പ്രഖ്യാപനത്തിലൂടെയാണ് ഇന്ത്യ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളെ നേരിടാനുള്ള ദൗത്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സൈത്, അപ്പോഴും ഈ ലോകരാജ്യങ്ങൾ സാധാരണ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം സർവ്വസാധാരണമാണ്. ഒരുപാട് ആക്രമണങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. പതിറ്റാണ്ടുകളായുള്ള പ്രശ്നമാണ്. ലോകരാജ്യങ്ങൾ പലതും ഇടപെട്ട്, അമേരിക്ക അടക്കം അല്ലെങ്കിൽ ഈജിപ്റ്റ് അടക്കം ഇടപെട്ട് ഇതിലൊരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട്. ഇത്തവണ പരിഹാരം അകലെയാണ് എന്നുള്ളതല്ലേ? കാരണം ഒരു തരത്തിലും ഇസ്രായേൽ തങ്ങൾക്കുണ്ടായ വലിയ ഡാമേജ് അത് മറികടക്കാൻ ഈ ഹമാസിന്റെ പൂർണ്ണമായ തകർച്ച അതിനപ്പുറം ലക്ഷ്യം വെക്കുന്നില്ല. രജിത്ത്, ഒരിക്കലും പരിഹാരമുണ്ടാവാത്ത ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ നയതന്ത്ര പ്രശ്നം എന്നതാണ് ഈ ഇസ്രയേലും പലസ്തീനും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ ഈ ലോക രാജ്യങ്ങളുടെ പൊതു സാഹചര്യം വിലയിരുത്തുന്ന വിദഗ്ധർ വിലയിരുത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യവും. അതായത് 6-ാം ദിവസം പശ്ചിമേഷ്യയിലെ സംഘർഷം പുരോഗമിക്കുമ്പോഴും കൃത്യമായ ഒരു സമാധാന നീക്കം ആ തരത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇസ്രയേലിന്റെ പ്രഖ്യാപനമാണ് ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യും. അത് അവരുടെ ഒരു പ്രഖ്യാപനമാണ്. ഇന്നലെയും അത് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിട്ടുണ്ട്. US-ന്റെ പൂർണ്ണമായ പിന്തുണയും ഇതിന് ലഭ്യമായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട്. അവിടെ ഇന്ന് നടക്കുന്ന ചില കൂടിക്കാഴ്ചകളാണ്. അല്പസമയം മുമ്പാണ് ടെൽ അവീവിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം വന്നു ചേർന്നിരിക്കുന്നത്. അദ്ദേഹം ഇസ്രയേലിലെ ഒഫീഷ്യൽസുമായുള്ള കൂടിക്കാഴ്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ആ കൂടിക്കാഴ്ചയിൽ പൂർണ്ണമായും ഇസ്രയേലിന് അദ്ദേഹം ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുന്നുണ്ട് US-ന്റെ പൊതു നിലപാടിന്റെ ഭാഗമായി. ഒപ്പം തന്നെ നാളെ പാലസ്തീന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ആന്റണി ബ്ലിങ്കൻ നടത്തുന്നുണ്ട്. അതായത് പലസ്തീനിലെയും ഇസ്രയേലിലെയും സാധാരണ ജനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകി അതേസമയം ഹമാസിനെ ഒറ്റപ്പെടുത്തി അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന ദൗത്യത്തിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ എന്നതാണ് അമേരിക്ക ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നയതന്ത്രം. അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ നടന്നുവരുന്നത്. പ്രധാനപ്പെട്ട ചർച്ചകൾ പല ഘട്ടങ്ങളിലും നടക്കുന്നുണ്ട് എങ്കിൽ പോലും സമാധാനം അകലെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. TG സൈത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോണേ. ഇതേ തുടർന്ന് ഇസ്രായേലിൽ കുടുങ്ങിയ കൊച്ചിയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം തിരിച്ചെത്തി. ഇന്ത്യൻ എംബസിയും നോർക്കയും അടിയന്തര ഇടപെടൽ നടത്തിയെന്ന് സംഘത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കേരളത്തിൽ നിന്നുള്ള വിശുദ്ധനാട് തീർത്ഥാടനവും പ്രതിസന്ധിയിൽ. യുദ്ധം കലുഷിതമായിരിക്കെ ഈ മാസം ഇസ്രായേൽ പലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനിരുന്ന നിരവധി മലയാളികളുടെ യാത്രയും മുടങ്ങി. ഇത് ടൂർ ഓപ്പറേറ്റേഴ്സിനും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വർഷം തോറും 1000-ലധികം മലയാളികളാണ് ഇസ്രായേൽ പലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തീർത്ഥാടനം നടത്തുന്നത്. ഈ മാസവും വിവിധ ടൂർ ഏജൻസികൾ വഴി നിരവധി ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധനാട് തീർത്ഥാടനത്തിനായി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ടൂർ ഓപ്പറേറ്റർമാർ വഴി 1,00,000-ലധികം രൂപ നൽകിയാണ് ഇസ്രായേൽ സന്ദർശനം. എന്നാൽ വ്യോമാക്രമണവും സ്ഫോടനങ്ങളും ശക്തമായതോടെ വിമാന സർവീസുകളടക്കം
നിർത്തിവെച്ചിരിക്കുന്നു. ഈ ആഴ്ച വിശുദ്ധനാട് തീർത്ഥാടനത്തിന് പോകാൻ കാത്തിരിക്കുന്നവർക്ക് അത് തിരിച്ചടിയായി. വിമാന ടിക്കറ്റിനായി ഒരാൾക്ക് 50,000-ലധികം രൂപ വീതം നൽകിയ ടൂർ ഓപ്പറേറ്റർമാരാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഞാനുൾപ്പെടെയുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് 45ഓളം പേർക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കാത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഈ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ ഇടപെടൽ അതിനകത്ത് എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ ഭീമമായ നഷ്ടം ഞാനുൾപ്പെടെയുള്ള ട്രാവൽ ഏജൻസികൾക്ക് ഉണ്ടാകും എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ തുക സാധാരണ വിമാന കമ്പനികൾ തിരികെ നൽകാറില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് തിരികെ നൽകുകയോ യുദ്ധം തീരുന്ന മുറയ്ക്ക് ടിക്കറ്റ് മാറ്റി നൽകുകയോ വേണമെന്നാണ് ടൂർ ഓപ്പറേറ്റർമാരുടെ ആവശ്യം. ഇതിനായി വിദേശകാര്യ മന്ത്രാലയത്തെയും വ്യോമയാന മന്ത്രാലയത്തെയും സമീപിക്കാനും നീക്കമുണ്ട്. ജോലിക്കായി ഇസ്രായേലിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന യുവാക്കളും ഇപ്പോൾ നിരാശയിലാണ്. ന്യൂസ് 18 കൊച്ചി. യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിൽ കുടുങ്ങിയ കൊച്ചിയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം തിരിച്ചെത്തി. ഇന്ത്യൻ എംബസിയും നോർക്കയും അടിയന്തര ഇടപെടൽ നടത്തിയെന്ന് സംഘത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് യാത്രാ സംഘം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. 42 പേരുണ്ടായിരുന്ന സംഘത്തിൽ ചിലർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ദുബായിൽ ഇറങ്ങി. ഈ മാസം 3-ാം തീയതി പാലസ്തീൻ, ജോർദാൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി ഈജിപ്തിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു യുദ്ധം ആരംഭിച്ചത്. തുടർന്ന് സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം തിരികെ ഹോട്ടലിലേക്ക് പോയി. 10 ദിവസം, അതില് 3 ദിവസം നമ്മൾ ജോർദാനിൽ ചെലവഴിച്ച് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അലൻബി ബ്രിഡ്ജ് വഴി ഞങ്ങൾ ഇസ്രായേലിലേക്ക് പ്രവേശിച്ചു. ഇസ്രായേലിലെ എല്ലാ സൈറ്റ് സീയിങ് കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെയാണ് ഞങ്ങൾക്ക് പോരേണ്ടത്. അങ്ങനെ പോരുന്നതിന് ബസ് വന്നു. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് എല്ലാവരും കയറി. 45 പേരും അതിൽ കയറി. ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് എല്ലാ റോഡുകളും പട്ടാളം ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അവസാനം ലാസ്റ്റ് വേറൊരു വഴി കൂടെ വരാമെന്ന് പറഞ്ഞ് അതിലെ കൊണ്ടുപോയി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെയും തടഞ്ഞിട്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ സുരക്ഷയുടെ കാര്യമാണ്, നിങ്ങൾ തിരിച്ച് താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകണം, ഇന്ന് പോകാൻ കഴിയില്ല. സംഘർഷാവസ്ഥക്കിടയിലും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് എല്ലാവരും. ഭയങ്കര ആശ്വാസം. അത് ഈജിപ്തിലേക്ക് കടന്നപ്പോൾ തന്നെ ആശ്വാസം ഉണ്ടായി. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റൂല. പക്ഷെ നാട്ടിൽ നിന്ന് വന്ന ഫോൺ കോളുകളും ന്യൂസുകളും പേപ്പർ കട്ടിങ്സ് ഇത് കേൾക്കുമ്പോഴാണ് ഇവർ ഇത്ര ഭീകരമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ഇസ്രായേലിൽ കുടുങ്ങിയിട്ടുണ്ട്. സൈന്യമൊരുക്കുന്ന സുരക്ഷിത പാതയിലൂടെ തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ന്യൂസ് 18 കൊച്ചി.